മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ നിന്നും മടങ്ങുന്നതിനിടെ ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് വെടിയേറ്റതായി കേന്ദ്രമന്ത്രി വി കെ സിംഗ്. വെടിയേറ്റ വിദ്യാർത്ഥിയെ മടക്കിക്കൊണ്ടുപോയെന്നും വി കെ സിംഗ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, അല്പസമയം മുമ്പാണ് വാർത്താ ഏജൻസി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വി കെ സിംഗ് ഇപ്പോൾ പോളണ്ടിലാണ് ഉള്ളത്. രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്ന ചുമതലയാണ് അദ്ദേഹത്തിനുള്ളത്. ഇപ്പോൾ വാർത്താ ഏജൻസി നൽകുന്ന വിവരമനുസരിച്ച് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് വെടിയേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ വിദ്യാർത്ഥിയുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എന്നത് സംബന്ധിച്ച വ്യക്തതയില്ല. ലഭിക്കുന്ന സൂചനയനുസരിച്ച് കാര്യമായി പരിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഈ വിദ്യാർത്ഥിയെ തിരികെ കീവിലേക്ക് തന്നെ കൊണ്ടുപോയി എന്നും വ്യക്തമാകുന്നു. അതായത് രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥി പുറത്തേക്ക് പോകുന്നതാണ്. ഒഴിപ്പിക്കൽ നടപടികളുടെ ഭാഗമായി വിദ്യാർത്ഥി അതിർത്തി പ്രദേശങ്ങളിലേക്ക് പുറപ്പെട്ടതായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെയാണ് ഈ വെടിയേറ്റത് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഈ വെടിയുതിർത്തത് ആരാണ് എന്നത് സംബന്ധിച്ചും അവ്യക്തതയുണ്ട്. കാരണം റഷ്യൻ സേനയാണോ അല്ലെങ്കിൽ ഉക്രൈന്റെ ഭാഗത്ത് നിന്നുണ്ടായ വെടിവെപ്പാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. മാത്രമല്ല, യുക്രൈനിൽ സിവിലിയൻസിന് തന്നെ ആയുധങ്ങൾ ഉള്ള ഒരു സാഹചര്യവുമുണ്ട്. നേരത്തെയും നമുക്കറിയാം, ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമല്ലാത്ത തരത്തിലുള്ള പ്രതികരണങ്ങൾ യുക്രൈന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ കൂടുതൽ വ്യക്തത കൈവരേണ്ടത്. വാർത്താ ഏജൻസിയോടാണ് ഇത്തരത്തിൽ വി കെ സിംഗ് പ്രതികരിച്ചിട്ടുള്ളത്. ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് വെടിയേറ്റതായുള്ള വിവരം ലഭിച്ചു, തുടർന്ന് ഈ വിദ്യാർത്ഥി തിരിച്ചു മടങ്ങി എന്ന് മാത്രമാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഇത്തരം റിപ്പോർട്ടുകൾ തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ആയിരുന്നു ഹാർക്കീവിൽ ഇന്ത്യൻ വിദ്യാർത്ഥി ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. കർണാടക സ്വദേശിയായ നവീൻ കൊല്ലപ്പെട്ടത് ഈ ഷെല്ലാക്രമണത്തിൽ ആയിരുന്നു. മറ്റ് രണ്ട് സുഹൃത്തുക്കൾക്ക് കൂടി നവീന്റെ ഒപ്പം ഉണ്ടായിരുന്നു. എന്തായാലും സമാനമായൊരു സാഹചര്യമാണോ ഉണ്ടായത് എന്നതിനും അവ്യക്തതയുണ്ട്. ഈ വിദ്യാർത്ഥി പുറത്തിറങ്ങിയതാണോ അതെയോ വിദ്യാർത്ഥി കൃത്യമായി തന്നെ ഈ ഒഴിപ്പിക്കലിന്റെ ഭാഗമായി അതിർത്തിയിലേക്ക് പുറപ്പെട്ടതാണോ എന്നതിലും വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതികരണം, ഇങ്ങനെ ഒരു വിദ്യാർത്ഥി, ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് വെടിയേറ്റതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. കീവിൽ നിന്ന് ആണ് ഈ വിദ്യാർത്ഥി പുറപ്പെട്ടത്. അദ്ദേഹത്തെ തിരിച്ച് അവിടേക്ക് തന്നെ അയച്ചു പാതി വഴിയിൽ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ മാക്സിമം ആളുകളെ ഇവാക്വേഷന്റെ ഭാഗമാക്കുവാനുള്ള ശ്രമം തുടരുകയാണ് എന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ജനറൽ വി കെ സിംഗിന്റെ വിശദീകരിക്കുന്നുണ്ട്. അതിലേക്കൊന്ന് खार्किव के अंदर एक दो बच्चों का नुकसान भी हुआ है। अभी आज मेरे ख्याल से खबर आई थी कि कीव के अंदर एक बच्चा जो आ रहा था उसके भी गोली लगी, वो वाकई उसको कीव ले गए फिर दोबारा रास्ते में से। ये लड़ाई के अंदर तो होगा। അഭിലാഷ്, തുടരാം. വി കെ സിംഗിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു വിവരം തനിക്ക് ലഭിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് കീവിൽ ഉള്ള ഒരു വിദ്യാർത്ഥി വെടിയേറ്റിലേക്ക് മടങ്ങി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ खार्किव के अंदर एक दो बच्चों का नुकसान भी हुआ है। अभी आज मेरे ख्याल से खबर आई थी कि कीव के अंदर एक बच्चा जो आ रहा था उसके भी गोली लगी, वो वाकई उसको कीव ले गए फिर दोबारा रास्ते में से। ये लड़ाई के अंदर तो होगा।